അഞ്ചാമത്തെ യൂണിറ്റ് ട്രേഡ് പോളിസി. കച്ചവടവുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഉണ്ടാക്കിയ ചില നിയമങ്ങൾ, പോളിസികൾ. അതിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട ട്രേഡ് പോളിസികളാണ്. ഒന്ന്, ഇന്ത്യൻ്റെ എക്സിം പോളിസി ഉണ്ട്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പോളിസി. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇന്ത്യയുടെ പ്രൊഡക്റ്റുകൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൂടുതൽ കോമ്പറ്റീറ്റീവ്നെസ്, അവിടെ മത്സരിച്ച് നിൽക്കാൻ പറ്റുന്നതാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പ്രൊഡ്യൂസേഴ്സിന് ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുള്ള പ്രൊഡക്ഷൻ, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. പ്രൊഡ്യൂസേഴ്സ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിനനുസരിച്ചാക്കിയിട്ട്, ഗുഡ്സിൻ്റെ സർവീസിൻ്റെ ക്വാളിറ്റി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിനനുസരിച്ചാക്കിയിട്ട് മാറ്റാൻ കഴിയണം. അതുപോലെ എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് മാർക്കറ്റ് സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കണം. മാർക്കറ്റ് സപ്പോർട്ട് എന്നാൽ മാർക്കറ്റ് റിസർച്ച്, മാർക്കറ്റ് സർവേ, പിന്നെ മാർക്കറ്റ് ടെസ്റ്റ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അഡ്വർടൈസിങ്, ഇങ്ങനെ തുടങ്ങിയിട്ട് മാർക്കറ്റിംഗ് സപ്പോർട്ട് ഇവർക്ക് ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം. അതുപോലെ അവർക്ക് ഈസി ഫിനാൻസിങ് ഫെസിലിറ്റി ചെയ്തു കൊടുക്കുക. വേണ്ട രൂപത്തിലുള്ള ഷിപ്പിംഗ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, വെയർഹൗസിങ് ഫെസിലിറ്റി, ഇതൊക്കെ എക്സ്പോർട്ടിന് ചെയ്തു കൊടുക്കുക. അതുപോലെ താരിഫ് ആൻഡ് ഡ്യൂട്ടീസ് അത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചില പ്രൊഡക്റ്റ് ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടായിരുന്ന കുറേ റെസ്ട്രിക്ഷൻസ് മുമ്പുണ്ടായിരുന്നു. അതൊക്കെ പ്രധാനമായിട്ട് ഇമ്പോർട്ടിനുണ്ടായിരുന്നത്, അതൊക്കെ ഒഴിവാക്കുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ എക്സ്പോർട്ട് സോണുകൾ, സ്പെഷ്യൽ എക്സ്പോർട്ട് സോണുകൾ, അങ്ങനത്തെ മറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകളൊക്കെ രാജ്യത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് വേണ്ട സബ്സിഡി ഗവൺമെൻറ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫോറിൻ കറൻസിയായി ബന്ധപ്പെട്ട് അതിൻ്റെ കൺവേർഷനുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ റേറ്റ് ബന്ധപ്പെട്ട് നല്ല ലിബറലൈസേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ലിബറലൈസ് ചെയ്യുക. അതിലൊക്കെ അതായത് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സിം പോളിസിയിൽ പറയുന്ന പ്രൊവിഷൻസുകളാണത്, പറയുന്ന കാര്യങ്ങളാണിത്. ഇനി വാട്ട് ആർ ദ മെഷേഴ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് ബൈ ഇന്ത്യ ടു ഇൻ്റഗ്രേറ്റ് ദർ ട്രേഡ് വിത്ത് ദ വേൾഡ് ട്രേഡ്. നമ്മുടെ രാജ്യത്തെ കച്ചവടം അന്താരാഷ്ട്ര കച്ചവടവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റും? അതൊക്കെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ അതിനാണ് 1991 പുതിയൊരു എക്കണോമിക് റിഫോം കൊണ്ടുവന്നു. അത് പ്രധാനമായിട്ടും ഇന്ത്യയുടെ ആ ഒരു മാർക്കറ്റ്, വിദേശ മാർക്കറ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇത്തരം കാര്യങ്ങളിലൂടെ. ഇതിൻ്റെ ഉദ്ദേശം തന്നെ വിദേശ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ത്യയിലേക്ക് വരാനും അതുപോലെ തന്നെ എല്ലാ ട്രേഡ് റെസ്ട്രിക്ഷനും ഒഴിവാക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഈ എക്കണോമിക് റിഫോംസ് 1991 കൊണ്ടുവന്നത്. അതുപോലെ തന്നെ എക്സ്പോർട്ടിൻ്റെ ട്രാൻസാക്ഷൻ ഇടപാടുകൾ വളരെ സിമ്പിളാക്കി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഇമ്പ്രൂവ് ചെയ്തതിലൂടെ ബാങ്കുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും കാര്യങ്ങൾ വന്നതോടുകൂടി പണത്തിൻ്റെ കൈമാറ്റമൊക്കെ വളരെ സിമ്പിളായി. അതുപോലെ തന്നെ ഇന്ത്യ ചെയ്തത് കൂടുതൽ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഒരുപാട് സ്പെഷ്യൽ എക്സ്പോർട്ട് സോണുകൾ സെറ്റ് ചെയ്തു. പല ടാക്സുകളും ഡ്യൂട്ടീസുകളും റെഡ്യൂസ് ചെയ്തു, പലതും ഒഴിവാക്കി കൊടുത്തു. പുതിയ ടെക്നോളജി ഇന്നോവേഷന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാധാന്യം ഗവൺമെൻറ് കൊടുത്തു, പല സബ്സിഡി കൊടുത്തു. ഇതൊക്കെയാണ് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്ന് നമ്മൾ പഠിക്കേണ്ടത് എക്സിം പോളിസിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യയുടെ ട്രേഡ് പോളിസിയിലുള്ള എക്സിം പോളിസിയിൽ എന്തൊക്കെയാണ് പറയുന്നുണ്ട്, എന്തെല്ലാം മെഷറുകൾ ഗവൺമെൻറ്റിന് എടുക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. സംഗതി ഈ എക്സ്പോർട്ട് പ്രൊമോഷനിൽ എല്ലാം ഒരേ പോയിൻറ്റുകളാണ്. അത് ജസ്റ്റ് പഠിച്ചു നമുക്ക് ഏത് ചോദ്യം എങ്ങനെ വന്നാലും എഴുതാവുന്നതേ ഉള്ളൂ.